ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പൊ ഇനി വരാൻ പോകുന്ന നല്ല അടിപൊളി ഭാഗമായിട്ട് പറയാൻ പോകുന്നത് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ഭാഗമാണ്. ഇത് നമ്മുടെ ദേവിയുടെ കള്ളത്തരം പൊളിയുന്നൊരു ഭാഗം. അപ്പൊ ആ ഒരു ഭാഗമാണ് പറയാൻ പോകുന്നത്. അങ്ങനെ നമ്മുടെ ദേവമംഗലത്ത് ഒരു വിശേഷം നടക്കുവാണ്. വേറൊന്നുമല്ല, നമ്മുടെ അനുവിന്റെ ചെറിയൊരു പെണ്ണ് കാണൽ ചടങ്ങ്. അപ്പൊ അനുവിന്റെ പെണ്ണ് കാണൽ ചടങ്ങിന് ദേവിയുടെ വീട്ടുകാരെയൊക്കെ വിളിക്കുന്നുണ്ട്. അവര് അടുത്ത ബന്ധുക്കളാണല്ലോ. പിന്നെ മീനാക്ഷിയുടെ വീട്ടുകാരെ വിളിക്കുന്നുണ്ട്. അപ്പൊ മിത്രനെ മാത്രം വിളിക്കാൻ പറ്റില്ല, തൊട്ടപ്പുറത്ത് അവര് ശത്രുക്കളാണല്ലോ. അപ്പൊ അവരൊഴിച്ച് ബാക്കി എല്ലാവരും വിളിക്കുന്നുണ്ട് കേട്ടോ. ആ പെണ്ണ് കാണാൻ ചടങ്ങല്ലേ, അപ്പൊ അവരെ വിളിക്കുക. അപ്പൊ നമ്മുടെ ദേവിയുടെ വീട്ടുകാർ രാവിലെ തന്നെ വരുവാണ്. ദേവിയുടെ അമ്മ ശ്രീകലാണെങ്കിൽ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഇട്ട്, കയ്യിലും കാലിലൊക്കെ ഒരുപാട് റോൾഡ് ഗോൾഡിന്റെ ആഭരണങ്ങളൊക്കെ ഇട്ട് വരുവാണ്. നമ്മുടെ ബാലനെങ്കിൽ അവരെ ഭയങ്കരമായിട്ട് സ്വീകരിക്കേണ്ടത്. വാ വാ ഉദയഭാനുസാറൊക്കെ വാ വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പൊ വിദ്യ എല്ലാവരും ഉണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ നേരെ നമ്മുടെ ശ്രീകല പോണത് നമ്മുടെ അനുവിനെ ഒരുക്കുന്ന സ്ഥലത്തേക്കാണ് പോണത്. ആ സമയത്ത് നമ്മുടെ ഗോമതനും മീനാക്ഷിയും കൂടിയിട്ട് ഒരുക്കിക്കൊണ്ടിരിക്കും. അപ്പൊ ഒരുക്കുന്ന സമയത്ത് ശ്രീകല പറയുന്നുണ്ട്, അയ്യോ ഗോമതി, ഇത് എന്താ ഈ കുട്ടിയുടെ കയ്യിലും കഴുത്തിലൊക്കെ കാണുന്നത്? അത് സ്വർണത്തിന്റെ അയ്യോ അതല്ല ഞാൻ ചോദിച്ചത്, ഇത്രേ ആകെ ഉള്ളൂ. ഈ പയ്യന്റെ വീട്ടുകാർ വരുമ്പോ എന്ത് വിചാരിക്കും? കുറച്ചുകൂടി ആഭരണങ്ങൾ ഇട്ട് കൊടുത്തൂടെ എന്ന് പറയാണ്. അല്ല, അവളുടെ ആഭരണങ്ങളെല്ലാം അവൾക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതൊരു പെണ്ണ് കാണാൻ ചടങ്ങല്ലേ, അങ്ങനെ ഒരുപാട് ആഭരണത്തിന്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ എന്ന് പറയുമ്പോ, അങ്ങനെയല്ല. അപ്പൊ ഒരു പെൺകുട്ടിനെ ആദ്യമായിട്ട് ഒരു പയ്യൻ കാണാൻ വരുവാണ്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള നമ്മുടെ സ്റ്റാറ്റസും കാര്യങ്ങളൊക്കെ നോക്കണം ഗോമതി. നമ്മുടെ കയ്യിൽ എന്തുണ്ടോ അത് പെൺകുട്ടിക്ക് ഇട്ട് കൊടുക്കണം, അതൊക്കെ അറിയണം എന്ന് പറയുമ്പോ മീനാക്ഷി പറയണ്ട്, അതെ ദേവി അടുത്തിന്റെ അമ്മ ഒന്നും വിചാരിക്കരുത്. അല്ല, സ്വർണവും പണവും ഒക്കെ കണ്ടിട്ടാണോ പയ്യൻ കെട്ടിപ്പോണോന്നാണോ പറയണത്? അങ്ങനത്തെ പയ്യന്മാരാണെങ്കിൽ വേണ്ടെന്ന് വെക്കണല്ലേ നല്ലത്. സ്വർണവും പണവും മോഹിക്കാത്ത പയ്യന്മാരല്ലേ നല്ലത്. ഞാനൊക്കെ ആയിരിക്കണം അനുവിന്റെ സ്ഥാനത്ത്. ഒന്നും ഇടാതെ, കയ്യിലും കാലിലൊന്നും ഒന്നും ഇടാതെ ഞാൻ നേരെ അങ്ങോട്ട് പോയി നിൽക്കും. എന്നെ കെട്ടാൻ പറ്റുമെങ്കിൽ മാത്രം കെട്ടിയാൽ മതി, അല്ലാണ്ട് പണോ ആഭരണം കെട്ടും ആരും എന്നെ കെട്ടാൻ വരണ്ട എന്ന് പറയണം. സ്ത്രീകളെ പറഞ്ഞിട്ട്, എന്റെ കൊച്ചെ, ഇതൊക്കെ നിങ്ങളുടെ ഇപ്പത്തെ കാലഘട്ടത്തിലെ പെമ്പിളയുടെ സ്വഭാവമാണ്. പക്ഷെ ഈ പയ്യന്മാരുടെ അമ്മമാരും അതുപോലെ തന്നെ അച്ഛന്മാരും അവരുടെ അമ്മായിമാരും ബന്ധുക്കളൊക്കെ വരുമല്ലോ, അവര് നോക്കണത് പെൺകുട്ടികൾക്ക് എന്തുണ്ടാവുന്നതാണ്. പയ്യന്മാർ ചിലപ്പോ നിങ്ങൾ പറഞ്ഞ പോലെയൊക്കെ ആയിരിക്കും ചിന്തിക്കുന്നത്. നിങ്ങളുടെ അതേ കാലഘട്ടമുള്ള പയ്യനാണല്ലോ അത്. പക്ഷെ അവരുടെ മുതിർന്ന ആൾക്കാർ ചിന്തിക്കുന്നത് വേറെ പലതുമാണ്. അതൊന്നും പറഞ്ഞാൽ നിങ്ങക്ക് മനസ്സിലാവില്ല അല്ലേ ഗോമതി? അത് പറഞ്ഞത് ശരിയാണ് എന്നൊക്കെ പറയാട്ടോ ഗോമതി. അതിനുശേഷം പറയണ്ട സ്ത്രീകള, അതെ കുട്ടിക്ക് ഇപ്പൊ ഒരു കാര്യം ചെയ്യും, നമ്മുടെ ദേവിയുടെ കുറച്ച് ആഭരണങ്ങൾ ഇവിടെ ഇരിപ്പുണ്ടല്ലോ, ആ ആഭരണങ്ങളൊക്കെ ഇട്ട് കൊടുക്ക് എന്ന് പറയാണ്. അത് കേൾക്കണം ദേവി ഒന്ന് ഇട്ടുവാട്ടോ. അമ്മേ എന്ന് പട്ടിക നോക്കുന്നുണ്ട്. എന്താ നോക്കണത്? എടി നിന്റെ കുറച്ച് ആഭരണങ്ങളൊക്കെ എടുത്ത് കൊടുക്ക് എന്ന് പറയണം. അപ്പൊ ഗോമതി പറയണ്ട്, അയ്യോ വേണ്ട, എന്റെ ആഭരണങ്ങളുണ്ട്, വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം എന്ന് പറയണം. അതുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്ക്. പെണ്ണിനെ വെറുതെ കയ്യും കാലും ഒക്കെ ഇങ്ങനെ അഴിച്ചിട്ട് ഇങ്ങനെയൊക്കെ കൊണ്ടേ നിർത്തല്ലേ, എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്ക് ഗോമതി എന്ന് പറയണം. അങ്ങനെ ഗോമതിയുടെ ഉണ്ടായിരുന്ന മാലയും വളയൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ദേവിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരുവാണ്. വേറൊന്നുമല്ല, എങ്ങാനും ദേവിയുടെ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കാൻ എങ്ങാനും ഗോമതി പറയുകയാണെങ്കിൽ പെട്ടുപോകില്ലേ? ആ ആഭരണങ്ങൾ കണ്ട ഇപ്പൊ കളറൊക്കെ മങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും ഗോമതി കണ്ടുപിടിച്ചില്ലെങ്കിൽ മീനാക്ഷി മിത്രം തീർച്ചയായിട്ടും കണ്ടുപിടിക്കുന്നു. ദേവിക്ക് നന്നായിട്ട് അറിയാം. ദേവിക്കാണെങ്കിൽ ആകെ ദേഷ്യം വരും കേട്ടോ. അങ്ങനെ പെണ്ണുകാണൽ ചടങ്ങൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും ഇത്രയും മീനാക്ഷിയും കൂടി കുറെ ഫോട്ടോസ് ഒക്കെ എടുക്കാണ്, സെൽഫിയും ഫോട്ടോസ് ഒക്കെ എടുക്കാണ്. അപ്പൊ മീനാക്ഷി പറയണ്ടേ, നമുക്ക് മുകളിൽ ടെറസിൽ പോയിട്ട് ഫോട്ടോസ് എടുക്കാം, അവിടെ നല്ല ലൈറ്റും വെളിച്ചങ്ങളൊക്കെ ഉണ്ടാവും, വെളിച്ചം ഉണ്ടാവും. അപ്പൊ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസ് എടുക്കാം എന്ന് പറയണം. അങ്ങനെ മീനാക്ഷിയും ഇത്രയും കൂടി ഫോട്ടോ എടുക്കാൻ വേണ്ടി മുകളിലേക്ക് പോകുന്നുണ്ട്, അതായത് ടെറസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അവിടെ ഒരുപാട് തുണിയൊക്കെ ഇങ്ങനെ വിരിച്ചിട്ടിരിക്കുക കേട്ടോ. അപ്പൊ തുണി വിരിച്ചിടുമ്പോഴേക്കും നടുക്കായിട്ടാണ് തുണി വിരിച്ചിട്ടേക്കുന്നത്. അതായത് ഇപ്പുറത്ത് നിൽക്കുന്ന ആൾക്കാർക്ക് കാണാൻ പറ്റില്ല. നടുക്കായിട്ട് ഇങ്ങനെ തുണി ഇങ്ങനെ നിരത്തി സാരിയൊക്കെ ഇങ്ങനെ വിടർത്തി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പൊ തൊട്ടപ്പുറത്ത് നമ്മുടെ മീനാക്ഷി മിത്രം ഇങ്ങനെ ഫോട്ടോസ് എടുക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ദേവി അമ്മേനെയും വലിച്ചുകൊണ്ട് മുകളിലേക്ക് പോവാണ്, ടെറസിന്റെ മുകളിലേക്ക്. ദേവിക്ക് അമ്മക്കും അറിയില്ല കേട്ടോ മീനാക്ഷി മിത്രം അവിടെ ഉള്ള കാര്യം. അവരാണെങ്കിൽ മുകളിൽ പോയതിനു ശേഷം ഫോട്ടോസ് ഒക്കെ ഇങ്ങനെ എടുത്തിരിക്കുമ്പോഴേക്കും ദേവിയും അതുപോലെ അമ്മയും വരുന്ന ഒച്ച കേൾക്കുന്നുണ്ട്. മീനാക്ഷി മിത്രം ഒന്നും മിണ്ടത്തൊന്നുമില്ല. അവര് അമ്മയും മോളും വരുന്നു, സംസാരിക്കുന്നു, അങ്ങനെ മാത്രമേ അവര് വിചാരിക്കുള്ളൂ. അവരവിടെ നിന്ന് മൈൻഡ് ഒന്നും ചെയ്യത്തൊന്നുമില്ല. അവരങ്ങനെ ഒരു ആഴയുടെ അപ്പുറത്ത് അങ്ങനെ നിൽക്കുവാണ്. അങ്ങനെ ദേവി പറയണ്ട, അമ്മ എന്ത് പണിയാ അമ്മ കാണിച്ചത്? ഞാനെന്ത് കാണിച്ചു നീ പറയണത്? അല്ല, അനുക്ക് എന്റെ ആഭരണങ്ങൾ ഇട്ട് കൊടുക്കാൻ വേണ്ടി അമ്മ പറഞ്ഞല്ലോ, അമ്മ എന്തിന്റെ അടിസ്ഥാനത്തില എന്റെ ആഭരണങ്ങൾ അനുക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞത്? നോക്കിയേ, എനിക്ക് അമ്മ മൊത്തം 100 പവൻ തന്നു, 100 പവൻ അമ്മ അച്ഛനും കൂടി. ആ 100 പവനിൽ 8 പവൻ മാത്രമാണ് വെറും ഗോൾഡ്, ശരിക്കുള്ള 916 ഗോൾഡ്. ബാക്കിയെല്ലാം റോൾഡ് ഗോൾഡ് അല്ലേ അമ്മേ? അമ്മ എന്ത് ധൈര്യത്തിലാണ് ആ റോൾഡ് ഗോൾഡ് എല്ലാം തന്നെ ആരും ഇട്ടുകൊടുക്കാൻ പറയണത്? ഈ വീട്ടുകാര് എന്നെ സത്യങ്ങളൊക്കെ മനസ്സിലാക്കി എന്നെ പുറത്താക്കാൻ വേണ്ടിയിട്ടാണോ അമ്മ ഇങ്ങനെയൊക്കെ പറയണത് എന്ന് ദേവി ചോദിക്കുകയാണ്. ഇത് നമ്മുടെ മീനാക്ഷിയും ഇത്രയും കേൾക്കുന്നു കേട്ടോ. അവരാകെ ഷോക്ക് അടിച്ച പോലെ ആവാണ്. അഴ ഇങ്ങനെ തുണികളൊക്കെ ഇങ്ങനെ നീക്കിയിട്ട് നേരെ മുമ്പിലേക്ക് വരികയാണ്. അവരെ കാണുമ്പോഴേക്കും ദേവിയും അതുപോലെ തന്നെ സ്ത്രീകളെ ആകെ ഞെട്ടി നിൽക്കുവാട്ടോ. എന്താ പറഞ്ഞത്? ദേവി എടുത്ത് ഇപ്പൊ എന്താ പറഞ്ഞത് എന്ന് മീനാക്ഷി ചോദിക്കുമ്പോ, അത് മീനാക്ഷി, മീനു, മിത്രേ എന്നൊക്കെ പറയുമ്പോ തന്നെ സ്ത്രീകളെ പറഞ്ഞ, അയ്യോ മക്കളെ ക്ഷമിക്കണം മക്കളെ,
മക്കളെ, നിങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണം. നിങ്ങൾ കേട്ടതൊക്കെ സത്യം തന്നെയാണ്. ദേവിക്കാകെ 8 പവൻ മാത്രമേ ഞങ്ങൾ സ്വർണ്ണമായിട്ട് കൊടുത്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം റോൾഡ് ഗോൾഡ് ആണ്, ഗോൾഡ് കവറിംഗ് ആഭരണങ്ങളാണെന്ന് പറയാണ്. അത് കേൾക്കണം മീനാക്ഷിയും ഇത്രയും പരസ്പരം മുഖത്തോട് മുഖം നോക്കുവാണ്. എന്നിട്ട് നിങ്ങൾ എന്ത് ചതിയായി കുടുംബത്തോട് ചെയ്തത് എന്ന് പറയാണ്. ഇത് ഞങ്ങൾ ഇപ്പൊ തന്നെ അച്ഛനോടും അമ്മയോടും പറഞ്ഞു കൊടുക്കും എന്ന് മീനാക്ഷിയും ഇത്രയും പറയുമ്പോൾ ശ്രീകൾ അവരുടെ കാലിലേക്ക് വീഴാണ്. പൊന്നു മക്കളെ, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം. നിങ്ങൾ സത്യങ്ങളൊന്നും പറയല്ലേ. പറഞ്ഞു കഴിഞ്ഞുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. നിങ്ങളുടെ ദേവിയുടെ ആനന്ദേട്ടന്റെ ജീവിതം എന്താകും? ദേവിയെടുത്തി ആനന്ദേട്ടൻ ചിലപ്പോൾ ഡിവോഴ്സ് ആയെന്ന് വരും. ദേവിയുടെ ജീവിതത്തിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. അവൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഞാനും എന്റെ ഭർത്താവും ഉദയഭാനു ഞാനും ഭർത്താവും പറഞ്ഞത് എന്റെ മോൾ അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അവൾ അവളുടെ അച്ഛനമ്മയുടെ വാക്ക് അനുസരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്റെ മോൾ നല്ല തങ്കപ്പെട്ട മനസ്സുള്ള മോളാണ് എന്നൊക്കെ പറയാണ് മീനാക്ഷി പണ്ട്. പക്ഷെ എന്നാലും ഇത്തിരി കൂടി പോയിട്ടോ, എന്തൊരു അഹങ്കാരം നിങ്ങൾക്ക്. ഇവിടെ അച്ഛനാണെങ്കിലോ ദേവിയെടുത്ത് കൈയിട്ട് മതി ബാക്കി ആരും എന്ന രീതിയിലാണ്. അത്രമാത്രം നിങ്ങളെയൊക്കെ സ്നേഹിക്കുന്നുണ്ട് അച്ഛൻ, അത്രമാത്രം തലയിലെടുത്ത് വെക്കുന്നുണ്ട് അച്ഛൻ എന്ന് പറയാണ്. അതറിയാം. സത്യങ്ങളൊക്കെ പറഞ്ഞ ബാലേട്ടൻ ആകെ ദേഷ്യപ്പെടും. ചിലപ്പോ ഇവളായിട്ടുള്ള എല്ലാ ബന്ധവും ഉപേക്ഷിക്കും. ഇവളുടെ ജീവിതം നിങ്ങളായിട്ട് കളയല്ലേ, ഞാൻ മക്കളുടെ കാല് പിടിക്കാം എന്നൊക്കെ ശ്രീകല പറയാണ്. അപ്പൊ ദേവി ഇങ്ങനെ കരഞ്ഞോണ്ടിരിക്കുകയാണ്. ദേവി ഒന്നും മിണ്ടുന്നില്ല. അതിനുശേഷം മീനാക്ഷി ചോദിക്കണ്ടേ, എന്താ ദേവിയെടുത്തേക്ക് ഇപ്പൊ ഒന്നും പറയാനില്ലേ എന്ന് ചോദിക്കാണ്. ദേവി പറയണ്ട്, എന്നോട് ക്ഷമിക്കണം. മീനാക്ഷിക്കും ഇത്രക്കും ഇത് അച്ഛനോട് അമ്മയടുത്ത് പറയാമെങ്കിൽ പറയാം. അവർ ഇന്നല്ലെങ്കിൽ നാളെ സത്യങ്ങളൊക്കെ അറിയുമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് സത്യങ്ങൾ വേണമെങ്കിൽ ഇപ്പൊ പറഞ്ഞു, എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഇങ്ങനെ ചതിച്ചുകൊണ്ട് എനിക്ക് ജീവിക്കണമെങ്കിൽ വല്ലാത്തൊരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്ന് പറയാണ്. അപ്പൊ ദേവിയുടെ ആ സത്യസന്ധത കാണുമ്പോഴേക്കും മീനാക്ഷിക്കും ഇത്രക്കും ചെറിയൊരു മനസ്സലിവ് തോന്നും കേട്ടോ. അവര് പറയണ്ടേ, ശരി ഒരു കാര്യം ചെയ്യാം, ഞങ്ങളായിട്ട് ദേവിയെടുത്തിന്റെയും അതുപോലെ തന്നെ ആനന്ദേട്ടന്റെ ജീവിതം വഴിയാധാരം ആക്കുന്നില്ല. ഞങ്ങളായിട്ട് സത്യം ഒന്നും പറയുന്നില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യം എല്ലാവരും അറിയും. അന്ന് ഞങ്ങൾ ഒരിക്കലും ഇതിനെ സപ്പോർട്ട് ചെയ്യില്ല എന്ന് പറയാണ്. അപ്പൊ സ്ത്രീകളെ പറഞ്ഞ മതി മക്കളെ, അവരറിയും പറയട്ടെ, നിങ്ങളായിട്ട് പറയാതിരുന്നാ മതി. മതി മക്കളെ, നിങ്ങൾ ഈ നല്ല മനസ്സ് ദൈവം കാണും മക്കളെ, ദൈവം കാണും എന്നൊക്കെ സ്ത്രീകളെ പറയാണ്. മതി മതി, എന്നാ ശരി. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെ പരസ്യമായിട്ട് ഇനി ഈ കാര്യം പറയല്ലേ. ഞങ്ങളിപ്പോ യാദൃശ്ചികമായിട്ട് ഇത് കേട്ടത്. ഇതുപോലെ എങ്ങാനും ബാലച്ചനോ അല്ലെങ്കിൽ ഗോമതി അമ്മയോ എന്തിനും കേട്ട് കഴിഞ്ഞാൽ അതോടെ തീർന്നുമല്ല. ഇല്ല മക്കള്, ഇനി ഇവിടുന്ന് ഞങ്ങളൊരു അക്ഷരം ഉണ്ടില്ല എന്ന് വേണ്ട സ്ത്രീകളെ ദേവിനെ വിളിച്ചോണ്ട് നിലത്തേക്ക് പോട്ടോ. മീനാക്ഷിയും മിത്രയും എന്നാലും എന്തൊരു ചതിയാ ഞങ്ങളുടെ കുടുംബത്തിൽ സംഭവിച്ചത് എല്ലേ എടുത്തി എന്ന് മിത്ര പറയുമ്പോ, അതെ എന്തായാലും നമ്മളായിട്ടൊന്നും പറയാൻ പോണ്ട. ആനന്ദേട്ടനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്ക്. പാവം ഒരുപാട് നാള് പെണ്ണൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ച ദേവിയെടുത്തിന് അത്രമാത്രം ഇഷ്ടമാണ്. ആ ദേവിയെടുത്ത് ഇല്ലാതെ ജീവിക്കാൻ പോലും ആനന്ദേട്ടനെ പറ്റില്ല. സത്യം പറഞ്ഞാൽ ദേവിയെടുത്ത് പാവം തന്നെയാണ്. ആനന്ദേട്ടനെ ജീവിതം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളാ ദേവിയെടുത്തി. ആനന്ദേട്ടൻ ഇല്ലാതെ ദേവിയെടുത്തിക്കും ജീവിക്കാൻ പറ്റില്ല. എന്തായാലും അവരുടെ ജീവിതത്തിൽ നമുക്കൊന്നും പറയണ്ട. അവരായി അവരുടെ പാടായി എന്താ വെച്ചാൽ ആയിക്കോട്ടെ. നമ്മളിത് കണ്ടിട്ടുമില്ല കേട്ടിട്ടുമില്ല. കേട്ടോ മിത്ര എന്ന് മീനാക്ഷി പറയുമ്പോ, ശരി എടുത്തി, ഞാനും അത്ര തന്നെ വിചാരിക്കുന്നുള്ളൂ എന്ന് പറയണം. അങ്ങനെ അവർ ഒന്നരതുപോലെ നിലത്തേക്ക് ഇറങ്ങി വരുവാട്ടോ. അപ്പൊ അങ്ങനെ നമ്മുടെ ദേവിയുടെ ആ ഒരു വലിയ സത്യം മീനാക്ഷി മിത്രയാണ് ആദ്യം അറിയണത്. അപ്പൊ ഈ ഒരു ഭാഗം ഞാൻ തമിഴിൽ ഇന്നലെ മിനിഞ്ഞാന്നാണ്ടോ കണ്ടത്. അപ്പൊ അതുകൊണ്ടാണ് ഇന്ന് ആ ഒരു റിവ്യൂ ഇട്ടത്. ഇനിയും ഒരുപാട് നല്ല നല്ല ഭാഗങ്ങളുണ്ട്, ഞാൻ പറയാം. അപ്പൊ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.